ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വിശാലിന് കൊടുക്കാനായി ഗായത്രി കരുതി വെച്ച അവസാന സമ്മാനമായ ആ പെട്ടിയും തേടി സമനില തെറ്റിയവരെ പോലെ നടക്കുകയാണ് പ്രഭാവതി. ഗായത്രിയമ്മയുടെ പാത്രങ്ങളെല്ലാം പാറു കഴുകിയ ശേഷം തന്റെ മുറിയിലാണ് കൊണ്ടുവയ്ക്കുന്നത്. പ്രഭാവതി ആ പാത്രങ്ങൾക്കിടയിലും ഈ പെട്ടിയുണ്ടോ എന്ന് തപ്പുന്നുണ്ട്. എന്നാൽ അത് വിശാലിന്റെ കയ്യിലെത്തിയ കാര്യം പ്രഭാവതി ഇതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി വിശാലിന്റെ അരികിലേക്ക് ചെല്ലുന്നതാണ്. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, മോനെ, നീ അറിഞ്ഞായിരുന്നോ? ഗായത്രി ചേച്ചിയുടെ പഴയ പാത്രങ്ങളൊക്കെ അവൾ എടുത്ത് കഴുകുന്നുണ്ടായിരുന്നു. ഇനി അതിൽ നിന്നും അവൾ എന്തെങ്കിലും എടുത്ത് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വിലപിടിപ്പുള്ള പല സാധനങ്ങളും ചിലപ്പോ അതിന്റെ അകത്തുണ്ടാകാം. അവൾ അതിൽ നിന്നും ഒന്നെടുത്താൽ പോലും നമ്മൾ അറിയില്ലെന്നൊക്കെ പ്രഭാവതി പറയുമ്പോ വിശാല് പറയുകയാണ്, അമ്മ പറഞ്ഞത് ശരിയാണ്. അതിന്റെ കൂട്ടത്തിലെ അമൂല്യമായ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ വിശാലിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്ത് സാധനം? അതമ്മേ, കാണിക്കേണ്ട സമയത്ത് ഞാൻ കാണിക്കാമെന്ന് വിശാല് പറയുന്നു. ഞാൻ നിന്റെ അമ്മയല്ലേ മോനെ? നീ എന്നോട് പറ അതെന്തുവാണെന്ന് എന്ന് പ്രഭാവതി ചോദിക്കുമ്പോ വിശാല് പറയുകയാണ്, പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിനും ഗാർഗയും കൂടി വിശാലിന്റെ പേരിൽ വാക്തർക്കം നടത്തുമ്പോ അങ്ങോട്ടേക്ക് ചെന്ന് പാറു പറയുകയാണ്, വിശാൽ സാർ ഒരിക്കലും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നില്ല. പറയുന്ന എന്റെ പേരും കൂടി നീ ഓർത്തോ, പാർവതി. ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ പാറുവിനെ നോക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.